അസ്സാം വലൈക്കും വറഹമത്തുള്ള. കഴിഞ്ഞ വെള്ളിയാഴ്ച ആലപ്പുഴ എരമം സുന്നി ജുമാ മസ്ജിദിലെ ഇമാമ് നടത്തിയ ഒരു പ്രഭാഷണം പിന്നീട് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തോതിൽ പ്രചരിക്കുകയുണ്ടായി. മുസ്ലിം സമൂഹത്തെ എല്ലാ മേഖലകളിലും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളുടെയും അട്ടിപ്പേറാവകാശം മുസ്ലിം സമുദായത്തിൻ്റെ പെടലയിൽ വെച്ച് കെട്ടാൻ വേണ്ടി ആവുന്നത്ര ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ചില ആളുകളൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും രഹസ്യമായും പരസ്യമായും വർഗീയ വിദ്വേഷ പ്രചാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും മുസ്ലിം സമുദായത്തിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ആക്രമിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലും അദ്ദേഹത്തെപ്പോലെ എല്ലാ മഹല്ലത്തുകളിലെ ഇമാമുകളും മിഹ്റാബുകളും മിമ്പറുകളുമൊക്കെ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ ഉപയോഗപ്പെടുത്തേണ്ടതായ സാഹചര്യത്തിലൂടെയാണ് മുസ്ലിം സമുദായം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം നടത്തിയ ആ പ്രഭാഷണം വളരെയധികം പ്രസക്തമായതും സാന്ദർഭികമായതും കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ ഇടങ്ങളിലൊക്കെ വ്യാപകമായി അത് പ്രചരിക്കാനിടയായത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം കേൾക്കാത്തവർ കേൾക്കുകയും കേട്ടവർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം ഒന്ന് കേൾക്കാം. നമ്മുടെ കൂട്ടത്തിൽ എത്ര കുട്ടികൾ അന്യമതക്കാരൻ്റെ ഒപ്പം ഒളിച്ചോടുന്നുണ്ട്? എത്ര പേര് ഒളിച്ചോടുന്നുണ്ട്? എന്റെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അള്ളാനെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അത് പഠിക്കാൻ വേണ്ടി വല്ലതും വെച്ചാലും നമ്മൾ കളിയാക്കിയിട്ട് അവിടെ നിന്ന് നമ്മൾ ട്രോളും. നമ്മൾ ട്രോളന്മാരാ അല്ലേ? നമ്മുടെ മക്കൾക്ക് നമ്മൾ റബ്ബിനെ കൊടുത്തിട്ടുണ്ടോ? അള്ളാനെ വേണ്ടവണ്ണം പഠിക്കാൻ നമ്മുടെ മക്കൾക്ക് പറ്റിയിട്ടുണ്ടോ? അള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘടനക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലാനുള്ളൊരു സാധനമാക്കി നമ്മൾ മാറ്റി. അള്ളാഹ് തമ്മിൽ തല്ലാനുള്ളൊരു സാധനം. അള്ളാഹു ബോധം തരട്ടെ. പക്ഷെ അപ്പോഴും രസകരമായ ഒരു കാര്യമുണ്ട്. ഇവിടെ നിന്ന് ഒരാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മതേതരത്വം, പിന്നെ ഒരുപാട് പേരുകളൊക്കെയാണല്ലേ മതേതരത്വം, പിന്നെ രാജ്യത്തിന്റെ യശസ് ഉയർത്തുന്ന മനോഹരമായ കാഴ്ച. ഏത് ഇപ്പൊ ഈ അടുത്തൊരു ഒരുത്തനെ കണ്ടായിരുന്നു, അമ്പലത്തിൽ വെച്ച് ഞങ്ങൾ നിക്കാഹ് ചെയ്തു എന്ന് പറഞ്ഞത്. അതെന്ത് നിക്കാഹാന്ന് മനസ്സിലായി? നിങ്ങൾ കണ്ടായിരുന്നോ വീഡിയോ? കണ്ടോ? തട്ടൊക്കെ ഇട്ട് കൊച്ചിരിപ്പുണ്ട്, ഇവനാണെങ്കിൽ കുറിയൊക്കെ തൊട്ട് മാലയൊക്കെ ഇട്ടിപ്പുണ്ട്. ഞങ്ങൾ അങ്ങനെ ഇസ്ലാമിൽ നിന്നൊന്നും പുറത്തോട്ട് വന്നിട്ടില്ല, ഞങ്ങൾ അമ്പലത്തിൽ വെച്ച് നിക്കാഹ് ചെയ്തു എന്നാണ്. അതല്ല. അപ്പൊ ആ പെണ്ണിരുന്ന് ചിരിക്കുന്നുണ്ട് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി അതിന്റെയൊക്കെ ബോധം എവിടെയാണെന്ന്. എന്നാ ഇനി അവിടെ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരികയാണെങ്കിലോ ലവ് ജിഹാദ്, തീവ്രവാദം, മണ്ണാങ്കട്ട ഒക്കെ നമ്മുടെ മേലോട്ട് അടിച്ചേൽപ്പിക്കുകയാണ്. നമ്മുടെ മറ്റേ പഴയ വായപോയ കോടാലിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നില്ലേ? PC ഈ അടുത്ത് എന്തെല്ലാം വിവരക്കേടാണ് നാം വിളിച്ചു പറഞ്ഞത്. ഒറ്റ പഞ്ചായത്തിൽ നിന്ന് 400 കുട്ടികളെ ലവ് ജിഹാദ് നടത്തി കൊണ്ടുപോയിട്ടുണ്ടെന്നാണ്. പിതൃസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ ആരെങ്കിലും ഉള്ളവനാണ് ഇവനെങ്കിൽ ആ 400 പേരുടെ ലിസ്റ്റ് ഒന്ന് പുറത്തുവിടട്ടെ, ഒന്ന് കാണട്ടെ സമുദായം. 400 വേണ്ടടോ, ഒരു 10 എണ്ണത്തിന്റെ ലിസ്റ്റ് ഒന്ന് പുറത്തേക്ക് വിട്. അതല്ലേ ചെയ്യേണ്ടത്. പക്ഷെ ഇങ്ങനെ വർഗീയത വിളമ്പുന്നവനേക്ക് ജയിലിൽ അടക്കാതെ എന്തിനാണ് ഈ തുറന്നു വിട്ടിരിക്കുന്നത്? ഗവൺമെന്റുകൾ എന്തുകൊണ്ടാണ് നോക്കുകുത്തിയായി പോകുന്നത്? റമദാൻ മാസം ഒരു പരിധിക്കപ്പുറം പറയാൻ പറ്റണില്ല. ഗവൺമെന്റുകൾ നോക്കുകുത്തിയാവല്ലേ? ഇനി ജിഹാദ് നടത്തിക്കൊണ്ടുവന്നൊരു പെൺകുട്ടി അവന്റെ വീട്ടിലുല്ലേ? അല്ലെ, ഒരു ഹിന്ദു യുവതിയെ ജിഹാദ് നടത്തിക്കൊണ്ടുവന്നു. ആ ജിഹാദിന് എന്ത് പേര് നമ്മൾ വിളിക്കാം? ഇല്ല, ഞങ്ങൾ ജിഹാദൊന്നും നടത്തിയിട്ടില്ല. എന്നാ പിന്നെ ആ കുട്ടിയുടെ പഴയ പേര് തന്നെ ആയിരിക്കണം. ഇപ്പൊ ആ കുട്ടി വീട്ടിൽ അൽഫോൺസയാണ്. എന്തേ, അതൊന്നും ജിഹാദല്ല. KCBC-ക്കാര് എന്താണ് മറ്റേ PC ജോർജ് അങ്ങനെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അച്ഛന്മാരുടെ മഠത്തിൽ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടികളുടെ ലിസ്റ്റ് എടുത്താൽ ഇവൻ പറഞ്ഞ് 400-ന്റെ അപ്പുറവും കിടക്കും. ഞങ്ങളെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇതാണ് അവിടെ പറയേണ്ടത്. ഐക്യത്തോട് ഒത്തൊരുമിച്ച് നിൽക്കുന്ന കാഴ്ചകൾ ഉണ്ടാക്കേണ്ടതിന് പകരം ഈ വർഗീയത വിളമ്പുന്ന വിഷനാവുകളെ ജയിലിലടക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമല്ലേ? ഈ ലവ് ജിഹാദിനെ കുറിച്ചൊക്കെ എത്ര വിശദീകരിച്ചതാണ്. മോശമായ ചിന്തയോടുകൂടെ ഒരു പെൺകുട്ടിയെ നോക്കുന്നത് പോലും നിഷിദ്ധമായ മതമാണിത്. കല്യാണത്തിന് മുമ്പ് അങ്ങനെ ഒരു നോട്ടം പോലും ഹറാമാണ്. പിന്നെയാണ് ലവ് ജിഹാദ്. ഇസ്ലാമിൽ ലവ് ഇല്ലേ? ലവ് ഉണ്ട്, അത് ആഫ്റ്റർ മാരേജ്. കല്യാണത്തിനപ്പുറമുള്ള പ്രണയമേ ഉള്ളൂ ഇസ്ലാമിൽ. അതിനു മുമ്പ് നീ ഒരാളെ പ്രണയിക്കാനോ പ്രണയിച്ച് വശത്താക്കി ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനോ അങ്ങനെ ഒരു ഗതികേട് അള്ളാന്റെ മതത്തിനില്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ, ഈ മതത്തെ പടച്ചത് ഞാനാണ്, എനിക്കറിയാം ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. നിങ്ങൾ ആരെയും വളച്ചൊടിച്ചൊന്നും ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ടതില്ല.
അങ്ങനെ അത്ര ഗതികെട്ടൊരവസ്ഥയിൽ ഇസ്ലാം എത്തിയിട്ടില്ല, എത്തുകയുമില്ല. ദിനേന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ലോകത്ത് ഇസ്ലാം മതം സ്വീകരിക്കുന്നുണ്ട്. ഇസ്ലാമിനെ ഒരു കാലത്ത് തള്ളിപ്പറഞ്ഞ യൂറോപ്യൻസ് ഇന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. പിന്നെ ഈ മനുഷ്യനെ പിന്നെ അപ്പ കാണുന്നവനെ പലതും വിളിക്കുന്ന ആളുകൾക്ക് എന്തും പറയാലോ. ഓരോ വേദിയിൽ ഞാൻ ഇന്നൊരു വയല് കേട്ടു. വയല് പറയണ PC ആണ്, റമദാൻ മാസത്തിന്റെ മഹത്വം. ഒരു ദിവസം എരമമ്പള്ളിയിൽ നമുക്കൊരു വയല് കൊടുക്കായിരുന്നു, റമദാനിന്റെ മഹത്വം. എന്നിട്ട് പറയുന്നുണ്ട് അയൽവക്കത്തുള്ളവരെ പട്ടിണിക്കിടുന്നത് റസൂലുള്ളാഹി ഹറാമാക്കിയിട്ടുണ്ട്. അയൽവക്കക്കാരെ പട്ടിണിക്കിട്ടാൽ അവൻ യഥാർത്ഥ മുസൽമാൻ പോലും അല്ല എന്നൊക്കെ പ്രസംഗിക്കുന്നത് PC ജോർജാൻ. ഇത്ര നല്ല വയല് മൊയ്ലിയാക്കന്മാര് പറയൂല. അപ്പ കാണുന്നവനെ അങ്ങനെ അങ്ങോട്ട് വിളിക്കുക, ഇത്ര മോശാണല്ലേ. അതിന്റെ ഇടയിൽ UP-യിലേക്ക് ഇല്ലുമ്പോ എന്താണ്, അവിടെ പള്ളികളൊക്കെ മൂടി വെച്ചിരിക്കുകയാണ് ഹോളി ആഘോഷത്തിന്റെ പേരിൽ. അത് അതിലും വലുത്. യഥാർത്ഥത്തിൽ ഇവിടെ എനിക്ക് ആ ഒരു പിക്ചർ കണ്ടിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, ഇവിടെ നാണം മറയ്ക്കുന്ന ഭരണഘടനയാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് യശസ് ഉയർത്തിത്തന്ന, യശസ് ഉണ്ടാക്കി തന്ന ഒരു ഭരണഘടനയുണ്ട്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഞങ്ങൾ ഇന്ത്യൻ ജനത എന്ന് ഉദ്ഘോഷിക്കുന്ന ഒരു ഭരണഘടന. ആ ഭരണഘടന ഇവന്മാരുടെ പേക്കൂത്തുകൾ കണ്ടിട്ട് നാണം മറച്ചു നിൽക്കുന്നതായിട്ടാണ് ആ പള്ളികൾ അങ്ങനെ മൂടി വെച്ചിരിക്കുന്നത് കണ്ടപ്പോ എനിക്ക് തോന്നിയത്. അവിടെയും മനോഹരമായ ഒരു കാഴ്ച നമ്മുടെ മണക്കാട് വലിയ പള്ളിയിലുണ്ടായിരുന്നു. ആറ്റുകാൽ പൊങ്കാലക്ക് വന്ന സഹോദരിമാർക്ക് ഇരിക്കാനും വിശ്രമിക്കാനും ഡ്രൈവർമാർക്ക് ഉറങ്ങാനും പള്ളിയിൽ സൗകര്യം ചെയ്തു കൊടുത്ത മനോഹരമായ കാഴ്ച. ഇതല്ലേ അള്ളാന്റെ ദീൻ പഠിപ്പിക്കണത്? ആലോചിച്ച് നോക്കിയേ. ഇതിനൊക്കെ തകർക്കാൻ ആളുകൾ ശ്രമിക്കുമ്പോ ഏറ്റവും ചുരുങ്ങിയത് നമുക്കിടയിൽ ഒരു ഒത്തൊരുമെങ്കിലും വേണ്ടേ?